ഓം നമ ശിവായ. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിശക്തമായ ഒരു കർമ്മത്തെ പറ്റിയാണ്. നിങ്ങളിത് ചെയ്യുവാനായി നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണയായി കണ്ടുവരാറുള്ള എരുക്ക് എന്ന് പറയുന്ന ചെടിയുടെ ഒരു കഷ്ണം വേര് മാത്രം മതി. ഈ കർമ്മം ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇത് വളരെ ലളിതമായ മാർഗത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകലമാന സൗഭാഗ്യങ്ങളും നേടാം. നമ്മുടെ പുരാണങ്ങളിലൊക്കെ പല ചെടികളെ പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കി മാറ്റുകയും സകല ഐശ്വര്യങ്ങളും നേടിത്തരികയും ചെയ്യുന്നവയാണ്. ഇതൊരു വിശേഷപ്പെട്ട ചെടിയാണ് എരുക്ക്. ഈ എരുക്കിന്റെ പൂവ് മഹാദേവന് വളരെ വിശേഷപ്പെട്ടതാണ്. എരുക്കും പൂവ് കോർത്തെടുത്ത മാലയും കൂവളത്തും മാലയുമാണ് മഹാദേവന് ഏറെ പ്രിയപ്പെട്ടത്. മാത്രമല്ല, ഈ എരുക്കിൽ വിഘ്നേശ്വര ഭഗവാൻ വസിക്കുന്നതായും പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. എരുക്കിന് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയുടെ തലയിലെഴുത്ത് പോലും മാറ്റിയെടുക്കാൻ ഈ എരുക്കിന്റെ പൂവോ ഇലയോ അല്ലെങ്കിൽ അതിന്റെ ഒരു കഷ്ണം വേരോ കൊണ്ട് സാധിക്കും. ഈ എരുക്കെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. വെള്ള എരുക്കും ചുവന്ന എരുക്കും. കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ ഇരിക്കും. പക്ഷേ ഇതിന്റെ പൂവിൽ കൂടിയാണ് നമ്മൾക്കിത് അറിയാൻ കഴിയുക. വെള്ള എരുക്കിന്റെ പൂവ് വെളുത്തു തന്നെ ഇരിക്കും. പക്ഷേ ചുവന്ന എരുക്കിന്റെ പൂവിൽ ഒരു നീല നിറം കാണും. നമ്മൾക്ക് ഈ കർമ്മം ചെയ്യുവാനായി വെള്ളപ്പൂക്കൾ ലഭിക്കുന്ന വെള്ള എരുക്കാണ് വേണ്ടത്. ഇതിന്റെ ഉപയോഗം വളരെ വലുതാണ്. ഇതിന്റെ ഇലകൾ പിച്ചി ഒരു മാല പോലെ കോർത്ത് നമ്മുടെയൊക്കെ വീടിന്റെ പ്രധാന വാതിലിൽ തൂക്കിയാൽ ആ വീട്ടിൽ ആരുടെയും ദൃഷ്ടിദോഷം ഏൽക്കില്ല. അതുമാത്രമല്ല, ഒരു വീട്ടിലേക്ക് ഏതെങ്കിലും ദോഷം വരാനായി ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആ ചെയ്യുന്ന വ്യക്തിക്ക് അതിന്റെ ഫലം തിരിച്ചേൽക്കുകയും ചെയ്യും. അത്രയ്ക്ക് ശക്തിയാണ് ഇതിന്റെ ഇലകൾക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പൂക്കളും മഹാദേവന്റെ പൂജകളിൽ വളരെ പ്രാധാന്യമുള്ളവയാണ്. മഹാദേവന് ഈ എരുക്കിൻ പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ടെങ്കിൽ ഈ എരുക്കിന്റെ ഇല അടർത്തുമ്പോൾ കിട്ടുന്ന വെളുത്ത കറ കൊണ്ട് എരുക്കിന്റെ ഒരു ഇലയിൽ നിങ്ങളുടെ ശത്രുവിന്റെ പേരെഴുതി ആരുടെയും കാൽപാദങ്ങൾ പെടാത്ത ഒരു സ്ഥലത്ത് കുഴിച്ചിടുക. ശത്രുവിന്റെ ശല്യം നിങ്ങൾക്ക് അതോടെ ഇല്ലാതാകും. നിങ്ങൾക്ക് ശത്രുവിന്റെ പേരറിയില്ല എങ്കിൽ നിങ്ങൾ ഈ ഇലയിൽ ശത്രു എന്നെഴുതി പറഞ്ഞതുപോലെ കുഴിച്ചിട്ടാൽ മതി. എത്ര വലിയ ശത്രുദോഷമായാലും മാറിക്കിട്ടും. അതുപോലെ നിങ്ങളുടെ ശത്രു നിരന്തരമായി നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ എരുക്കിന്റെ ഇലയിൽ പേരെഴുതി ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിട്ടാൽ മതി. നിങ്ങളുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും. അത്രയ്ക്കും വിശേഷപ്പെട്ട ഒരു ചെടിയാണ് ഈ എരുക്ക്. ഇനി നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ കഷ്ടപ്പാടുകളും ഇല്ലാതെയാകാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ചയോ അതുമല്ലെങ്കിൽ ഒരു ബുധനാഴ്ചയോ ഈ പറഞ്ഞ എരുക്കിന്റെ ഒരു ചെറിയ കഷ്ണം വേരെടുത്തുകൊണ്ട് വന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ടിത് ഒരു കറുത്ത ചരടിൽ കെട്ടി നമ്മുടെയൊക്കെ മെയിൻ വാതിലിന്റെ പുറത്തായിട്ട് തൂക്കിയിടുക. വീട്ടിൽ ഭാഗ്യവും അതുപോലെ തന്നെ സമ്പത്തും വന്ന് നിറയും. നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം മാറിക്കിട്ടും. അത്രയ്ക്ക് ശക്തിയേറിയ ഒരു കർമ്മമാണിത്. ഇത് പലരും അവരുടെ ജീവിതത്തിൽ ചെയ്ത് വിജയിച്ച ഒരു കർമ്മമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്. ഈ എരുക്കിന്റെ ഇലയോ വേരോ എടുക്കുന്നതിന് ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ എരുക്കിന്റെ ചുവട്ടിൽ ഒരു ദക്ഷിണ വെക്കുക. ദക്ഷിണ എന്ന് വെച്ചാൽ ഒരു വെറ്റിലയും അതിലൊരു പാക്കും ഒരൊറ്റ രൂപ നാണയവും. ശേഷം നിങ്ങളുടെ കാര്യം ഈ ചെടിയോട് പറയണം. മനസ്സിൽ പറഞ്ഞാൽ മതി നിങ്ങൾ. അതിന് എനിക്കൊരു ചെറിയ കഷ്ണം വേര് വേണം, അല്ലെങ്കിൽ കുറച്ച് ഇല വേണം എന്ന് ഈ ചെടിയോട് അനുവാദം ചോദിക്കണം. എന്നിട്ടേ ഇതിൽ നിന്നും ഇലയോ വേരോ എടുക്കാൻ പാടുള്ളൂ. ഈ കർമ്മങ്ങൾ വളരെ എളുപ്പവും എന്നാൽ വളരെ ശക്തിയേറിയതുമാണ്. വീണ്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ 100% വിശ്വാസത്തോടു കൂടി വേണം ഈ കർമ്മം ചെയ്യാൻ. ഉറപ്പായിട്ടും മഹാദേവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.